ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഷംസി. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കിഡ്സിൻ്റെ കുഞ്ഞ് സ്കേർട്ട് ആൻഡ് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് റോസ് സിൽക്ക് മെറ്റീരിയൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ലൈനിങ്ങിനാണ്. ഇതിൻ്റെ ലെങ്ത്തായിട്ട് ടോട്ടൽ 13 ഇഞ്ചാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇനി ഏറ്റവും താഴത്തുനിന്ന് മേലോട്ടൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ ബാക്കിയുള്ളത് 3 ഇഞ്ചാണ് കേട്ടോ. ഇനി നമ്മൾ മുകളിലായിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്നായിട്ട് ഒരു 4 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ താഴത്തേക്ക് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് ആം ഹോളാണ് കേട്ടോ, ഞാൻ അവിടെ മാർക്ക് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ചെസ്റ്റ് മെഷർമെൻ്റ് ആയിട്ട് 6.5 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുക. കിഡ്സിനായതുകൊണ്ട് ഒരുപാട് ഷേപ്പിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഹിപ്പിൻ്റെ എവിടെയും 6.5 തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഒരു സ്കെയിൽ വെച്ചിട്ട് ആം ഹോളൊക്കെ ഇതുപോലൊന്ന് സ്ക്വയർ ആയിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. അതേപോലെ താഴത്തേക്കും സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വരഞ്ഞു കൊടുക്കുക. ഇനി നെക്കിൻ്റെ വിഡ്ത്തായിട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നെക്കിൻ്റെ ലെങ്ത്ത് 3 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഈ നെക്കിൻ്റെ ഷേപ്പ് ഇതേപോലെ തന്നെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. പിന്നെ ഒരു 1.5-2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇതേപോലെ ഇവിടെയും കൂടി ഒന്നിങ്ങനെ ഷേപ്പിൽ വരഞ്ഞു കൊടുക്കുക. ഇനി ഈ ലൈനിങ് പീസിനെ ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിനെടുത്തിട്ടുള്ളത് ഒരു പട്ടിൻ്റെ ക്ലോത്താണ് കേട്ടോ. അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ലൈനിങ്ങിൻ്റെ പീസിനെ എങ്ങനെയൊന്ന് വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ മേലെ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ നെക്കിൻ്റെ പീസിനെ മാത്രം കട്ട് ചെയ്യണില്ല കേട്ടോ, അത് ജസ്റ്റ് ഇങ്ങനെ വിടുകയാണ്. ലാസ്റ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാം കേട്ടോ. ഇനി ബാക്ക് പീസും കൂടി കട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ലൈനിങ്ങിന് എടുത്തിട്ടുണ്ടായിരുന്ന അതേ സിൽക്ക് മെറ്റീരിയലിനെ ഇതുപോലൊന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഈ പീസിനല്ലേ അതിന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുത്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് അളവൊന്നിങ്ങനെ 2 സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അതിനെ ഇതുപോലൊന്ന് സ്ക്വയറായിട്ട് വരഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിനെ 2 എണ്ണം ആക്കാനായിട്ട് നടുവിൽ കൂടെ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ വെക്കാനായിട്ടുള്ള പട്ടിൻ്റെ പീസിൻ്റെ മുകളിൽ ഇതിന് ജസ്റ്റ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക 2 പീസുകളായിട്ട്. ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ടോപ്പിൻ്റെ പീസിനെ നല്ല വശവും കൂടി ഇതുപോലെ ഒന്ന് ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാനായിട്ട് 2 ട്യൂബുകൾ ഞാനിതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെയും കൂടി ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ആക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ട്യൂബ് വെച്ചവിടെ ഒന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് ക്രോസ് ചെയ്തിട്ട് ഒരു കോൺ ഷേപ്പിൽ വേണം അവിടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കേട്ടോ. ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെൻറ്ററിൽ ഈ നെക്കിൻ്റെ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി ഈ 2 സൈഡും ഒന്നിങ്ങനെ ഷാർപ്പാകാൻ വേണ്ടിയിട്ട് ഇതിനൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാനിതിന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്താണ് കേട്ടോ. ഇനി നമ്മൾ ബാക്കിക്ക് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ 2 പീസുകളിനെയും ഇതുപോലെ നല്ല വശവും കൂടി ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ മാത്രമായിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക. അതേപോലെ തന്നെ അടുത്ത പീസിലും നല്ല വശവും ചേർത്ത് വെച്ച് കൊടുത്തിട്ട് മുകളിൽ മാത്രം ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാനിതിൻ്റെ എഡ്ജിൽ കൂടെ മാത്രം ഇതുപോലൊരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്യില്ലേ, അതുപോലെ തന്നെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. അതേപോലെ തന്നെ ആ സൈഡിലും ഇങ്ങനെ തന്നെ വെച്ച് കൊടുത്തിട്ട് അവിടെയും കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് നൂർത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു 1 ഇഞ്ച് ഉള്ളിലോട്ട് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി അതേപോലെ തന്നെ ആ സൈഡിലും ഒരു 1 ഇഞ്ച് ഉള്ളിലോട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ 2 സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴത്തായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഓൾമോസ്റ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു ഹുക്ക് എന്തെങ്കിലും വെച്ച് കൊടുക്കുക. അത് നമുക്ക് ബേബീൻ്റെ സൈസിനനുസരിച്ചിട്ട് ഹുക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഞാനിവിടെ 1 മീറ്റർ നെറ്റിൻ്റെ ക്ലോത്തിനെ ഇങ്ങനെ നടുകെ മുറിച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 പീസുകളാക്കിയിട്ട് അതിൻ്റെ വിഡ്ത്ത് ഞാൻ 10 ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ 10 ഇഞ്ച് തന്നെയാണ് കേട്ടോ കിട്ടുക 1 മീറ്റർ എടുക്കുകയാണെങ്കിൽ. ഇനി ഇതിനെ ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് തന്നെ ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു ഫ്രില്ല് കൊടുക്കുക കേട്ടോ.
വേണമെങ്കിൽ സെപ്പറേറ്റായി കട്ട് ചെയ്തിട്ട് ഓരോന്നിലും ഫ്രില്ല് കൊടുക്കാം കേട്ടോ. ഞാനിതൊരു എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് തന്നെ ഫ്രില്ല് കൊടുത്തത്. ഇനി സ്കേർട്ടിൻ്റെ ലൈനിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ സമ്മർ കൂൾ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ 10 ഇഞ്ച് വിഡ്ത്ത് തന്നെ കൊടുക്കുക. ഇത് 2 എണ്ണം വേണം കേട്ടോ. ഇനി എനിക്കിതിൻ്റെ ലെങ്ത് ആയിട്ട് 41 ഇഞ്ചാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ ഫുള്ളായിട്ട് എടുക്കുകയാണ്. ഇനി 2 റെക്റ്റാങ്കിൾ പീസ് ഞാനിതുപോലെ എടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ സ്കേർട്ടിൻ്റെ ഇലാസ്റ്റിക് വെക്കുന്ന ബെൽറ്റാണ്. ഇതിൽ 4 ഇഞ്ചാണ് കേട്ടോ വിഡ്ത്ത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ലെങ്ത്ത് വന്നിട്ട് 15 ഇഞ്ചാണ്. ഇനി ഇതിനെ രണ്ടിനും ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുത്തിട്ട് 2 സൈഡും ഓരോ സ്റ്റിച്ച് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ സ്കേർട്ടിൻ്റെ ഫ്രിൽസിനെയൊക്കെ റെഡിയാക്കിയിട്ട് 2 സൈഡ് ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 2 നെറ്റാണുള്ളത്. അപ്പോൾ രണ്ടും ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ താഴത്ത് വെക്കാനുള്ള സമ്മർ കൂൾ മെറ്റീരിയൽ ഇല്ലേ, അതും കൂടി അതേപോലെ തന്നെ ഫ്രിൽസ് വെച്ചിട്ട് 2 എണ്ണം കൂടി ഇങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ രണ്ടിനും കൂടി ഇതുപോലെ ഒന്ന് ആക്കി വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ മാത്രമായിട്ടൊന്ന് ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ 2 വശവും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഈ സ്കേർട്ടിൻ്റെ കൂടെ തന്നെ നല്ല വശവും കൂടി ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് മുകളിലായിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക. ഇങ്ങനെ റൗണ്ടിൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡിലും ഇതുപോലൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചിങ്ങനെ ഒരു ഗ്യാപ്പ് വിടണം കേട്ടോ. എന്തിനാ വെച്ചാൽ ഇലാസ്റ്റിക് ഇടാനായിട്ട്. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് വിഡ്ത്ത് വരുന്ന ഒരു ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനൊരു 17 ഇഞ്ച് ലെങ്ത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ ഇലാസ്റ്റിക്കിനെ ഒരു സേഫ്റ്റി പിൻ എന്തെങ്കിലും വെച്ചിട്ട് ഉള്ളിലോട്ടൊന്ന് ഇങ്ങനെ കടത്തി കൊടുക്കുക. അതിന് ശേഷം ഞാൻ ഈ ഇലാസ്റ്റിക്കിനെ ഇതുപോലൊന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഇലാസ്റ്റിക് വെച്ച ഗ്യാപ്പും കൂടി ഇതുപോലെ ഇങ്ങനെ തന്നെ ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് അവിടെയും കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ സ്കേർട്ടിൻ്റെ താഴേക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഇതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെ വിട്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ ഈ ലൈനിങ്ങിലൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഫ്രണ്ടിലൊരു ഫ്ലവറൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്